ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായി ചെയ്യാവുന്ന ഒരു ചക്കക്കുരു തോരനുമായിട്ടാണ്. ഇപ്പോഴാണെങ്കിൽ ചക്കയുടെ സീസണല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ ധാരാളം ചക്കക്കുരു കാണുമല്ലോ. അപ്പം അത് വെച്ച് ഇതുപോലെ സിമ്പിളായിട്ടും പെട്ടെന്ന് കുറച്ച് ചേരുവകൾ വെച്ചും നമുക്ക് ചക്കക്കുരു തോരൻ പെട്ടെന്ന് തയ്യാറാക്കിയെടുത്താലോ. ചക്കക്കുരു മെഴുക്കുവരട്ടിക്കുള്ള ചക്കക്കുരു എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാനിതെല്ലാം ഒന്ന് അതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് തോരന് വേണ്ടി അരിഞ്ഞെടുക്കട്ടെ. ആ ബ്രൗൺ കളർ തൊലി കളയണ്ട കേട്ടോ. ഇതേപോലെ ചക്കക്കുരു എല്ലാം ഞാൻ ഇതുപോലൊന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കട്ടെ. കണ്ടോ, ഇതേ ടൈപ്പിൽ വേണം എല്ലാം അരിഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ ഞാൻ ഈ ചക്കക്കുരു എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അങ്ങനെ ഞാൻ ഈ ചക്കക്കുരു എല്ലാം ചെറുതായ നീളത്തിൽ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നമുക്ക് ഇത് തോരൻ വെച്ചാലോ. അങ്ങനെ ഞാൻ ചക്കക്കുരുവും തോരനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചക്കക്കുരു തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഞാൻ അടുപ്പിലൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാവേ. ഒരു 1/4 സ്പൂൺ ഉപ്പുകൂടി ഇട്ട് സവാള നന്നായി വഴറ്റിയെടുക്കാം. സവാള നല്ലതായിട്ട് മൂത്തതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാവേ. നന്നായി ഇളക്കി കൊടുക്കാം. ചക്കക്കുരു വേകാൻ ആവശ്യത്തിന് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഞാൻ മുമ്പേ ഒരു 1/4 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോഴും ഒരു 1/4 സ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ചക്കക്കുരു വേകാൻ വേണ്ടി ഒന്ന് കുറച്ച് നേരം അടച്ചു വെച്ചേക്കാവേ. ചക്കക്കുരു തോരൻ വേകുന്ന സമയം കൊണ്ടേ നമുക്ക് അരപ്പിനുള്ളതെല്ലാം തയ്യാറാക്കാവേ. അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് വേണം പച്ചമുളക് എടുക്കേണ്ടത്. അതുപോലെ ഒരു 7 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ നന്നായി ചതച്ചെടുക്കട്ടെ. തോരനുള്ളതെല്ലാം ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചക്കക്കുരു നല്ലപോലെ വെന്ത് കാണും. നമുക്ക് തുറന്ന് നോക്കാം. ചക്കക്കുരു എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ടേ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അതിൻ്റെ അരപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. അരപ്പിട്ട് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാവേ. അരപ്പ് എല്ലാം ചേർത്തതിന് ശേഷം ഒരു കുറച്ച് നേരത്തേക്കൂടെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചേക്കാം. അരപ്പെല്ലാം ഒന്ന് പിടിക്കട്ടെ. 2-3 മിനിറ്റ് ശേഷം നമുക്ക് തുറക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. ഇതെല്ലാം നല്ല പരുവായിട്ടിരിക്കുകയാണ്. ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി ഉപ്പൂടെ ചേർത്തോണേ. അപ്പോൾ നമ്മുടെ ചക്കക്കുരു തോരൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചക്കക്കുരു പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. എല്ലാവരും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ ഞാൻ ഉണ്ടാക്കിയ ചക്കക്കുരു തോരൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എനിക്കൊന്ന് ലൈക്ക് അടിക്കണേ. അതുപോലെ കമൻറ്റ് എഴുതാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി നാളെ വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.